हैं ये वीर जवान, भारत के हैं ये वीर जवान, इनसे है देश की शान, इनसे है देश की शान, भारत के हैं ये वीर जवान, भारत के हैं ये वीर जवान, इनसे है देश का गौरव, इनसे है देश का गौरव, इनसे है देश की शान, भारत के हैं ये वीर जवान, भारत के हैं ये वीर जवान। आओ मिलकर सुने इन वीरों की कहानी, आओ मिलकर हम सब सुने इन वीरों की कहानी, ओली ऑन सैनिक वाणी। നാടിൻ്റെ സ്വന്തം നമ്മുടെ ജവാൻ, നാടിൻ്റെ മാത്രം നമ്മുടെ ജവാൻ, നാടിൻ അഭിമാനം, നാടിൻ ഐശ്വര്യം, നാടിൻ ശാന്തിയും ഈ വീരന്മാരിലല്ലേ, വരുവിനൊത്തുകൂടി കേട്ടിടാം വീരചരിതം, വീരകഥകൾ. Community Radio Bensigar in association with Media for Community Foundation presents Sainik Vani, a program for the people who defend our borders and the country. Concept and designed by Dr. R. Sridhar, produced and presented by Radio Bensigar. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ഞാൻ അവിടെ കണ്ട കാര്യം, ഞാൻ ഡ്യൂട്ടി നോക്കിയ സ്ഥലത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഈ പറഞ്ഞ കാർഗിൽ യുദ്ധത്തിന്റെ കാലത്ത്, അതിന് മുമ്പത്തെ കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ആ കാലഘട്ടത്തില് സംഭവിച്ചതായിരിക്കാം. കാര്യം നമ്മുടെ ക്യാമ്പിനോട് ചേർന്ന് മൊത്തം ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ അവരാണ് നമ്മുടെ ക്യാമ്പസിന്റെ ആ ഏരിയ മൊത്തം. അവിടെ ആ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്തും 1948 നടന്ന ആ ലഹളയുടെ പ്രത്യാഘാതങ്ങൾ അവിടെ കാണാം. പല കെട്ടിടങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട്. പല വീടുകളും മണ്ണിനടിയില് പാത്രങ്ങള്, അലൂമിനിയം പാത്രങ്ങള്, മൺപാത്രങ്ങള്, ശവ കുടീരങ്ങള്. അപ്പൊ അതിന്റെയൊക്കെ മുകളിലാണ് നമ്മള് ടെന്റ് അടിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോർവേഡ് ബേസിലെ നമ്മുടെ ഈ ബങ്കറുകളൊക്കെ ഉണ്ടാക്കി താമസിക്കുന്നത്. അപ്പൊ നമ്മളിത് തിരക്കുമല്ലോ, ഇതെന്താണ് ഈ കിടക്കുന്ന ഈ പാത്രങ്ങള്, അല്ലെങ്കിൽ ഈ കെട്ടിടം എന്താണ്ട് കാട് കയറി കിടക്കുന്നു. അപ്പൊ അവിടെ ഉള്ളവര് നമുക്ക് പറയും, നമ്മളോട് പറഞ്ഞു തരും ഇന്ന കാര്യങ്ങൾ ഇന്നൊക്കെയാണ്. പിന്നെ ഈ നമ്മുടെ സൈഡ് താമസിക്കുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇവര് പുല്ല് ചെത്താൻ അങ്ങോട്ട് പോകും. ഇവിടെ നമുക്ക് അവിടെ ഒരു ഗേറ്റുണ്ട്, ഈ നോമൻ ലാൻഡിലോട്ട് പോകാനുള്ള ഗേറ്റുണ്ട്. നമ്മുടെ LOCക്ക് അപ്പുറത്ത് അവരുടെ LOCക്കും നടുക്കായിട്ട് നോമൻ ലാൻഡ് ഉണ്ട്. ആ ലാൻഡില് പുല്ലുണ്ട് ആവശ്യം പോലെ. ഈ പുല്ല് ചെത്താന് ഇവിടുന്നും അവിടുന്നും ആൾക്കാർ വരും. അപ്പം ഈ പുല്ല് ചെത്താൻ പോകുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, ടെക്നിക്ക് അവർ പ്രയോഗിക്കാൻ തുടങ്ങിയത്, ഇവിടുത്തെ ഈ ഇൻഫിൽട്രേഷന്റെ കാര്യം ഞാൻ പറയുകയാണ്. ഇവർ ഈ അവിടുന്ന് ആൾക്കാരെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും പുല്ല് ചെത്തിയിട്ട്. എങ്ങനാ ഈ ട്രാക്ടറിന്റെ ഏറ്റവും ബോഡിയോട് ചേർന്നുള്ള ഭാഗത്ത് അവര് കിടന്നിട്ട് അതിന്റെ മേളിൽ പുല്ല് കൂന കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അത് വലിയ സ്ട്രിക്റ്റ് ആയി. അതാണ് ഈ ഒരു അതിർത്തി ചിത്രങ്ങൾ അല്ലെ, അതിർത്തി ചിത്രങ്ങൾ. അത് നമ്മള് ഈ യുദ്ധം വരുമ്പോൾ കാർഗിൽ യുദ്ധത്തില് പിൽക്കാലത്ത് അറിയപ്പെട്ട കാര്യമാണ് ഈ ബോഫോസ്
പീരങ്കികൾ വലിയൊരു സ്ഥാനം പിടിച്ചു. എനിക്കൊന്ന് പട്ടാളക്കാരനും അല്ലെ അമിനുഷനും ഈ പറഞ്ഞ കണക്ക് പീരങ്കി ആയാലും തോക്കുകളുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം അല്ലെ കിടക്കുന്നുണ്ട്. യുദ്ധത്തിൽ ഈ ആയുധങ്ങളും വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും സാറിന് പറയാൻ സാധിക്കും? ആയുധം എന്ന് പറയുമ്പോൾ ബോഫോഴ്സ് ഇപ്പം ഇൻഫൻട്രി വലിയ വിജയമായിരുന്നു. അത് പിന്നെ ആർട്ടിലറിയുടെ റോളാണ്. ഞാൻ എഞ്ചിനീയേഴ്സ് ആണ്. എങ്കിലും പിന്നെ ബോഫോഴ്സ് ആണ് ഒരളവ് വരെ നമ്മളെ സഹായിച്ചത്. ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് അന്ന് യുദ്ധത്തിൽ ബോഫോഴ്സ് ആണ്. പിന്നെ ആ സമയത്തുള്ളത് അർജുൻ ടാങ്കാണ്. അർജുൻ ടാങ്കും ആ സമയത്ത് വളരെയധികം അന്ന് ഈ ബോഫോഴ്സിനോടൊപ്പം തന്നെ അർജുൻ ടാങ്കും നല്ല ഒരു പവർഫുള്ളായിട്ട് ബലമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ കാർഗിൽ ഏരിയയിൽ അല്ലെങ്കിൽ ആ ദ്രാസ് സെക്ടർ വഴി ആ കാർഗിൽ ഏരിയയിൽ ഈ ബോഫോഴ്സ് ഗണ്ണ് അവിടെ വെച്ച് നമുക്ക് ഫയർ ചെയ്യാന് ഒരുപാട് പട്ടാളക്കാര് കാര്യം ഡിഗ്രിയും ഡിസ്റ്റൻസും ഒക്കെ എടുത്ത് ഫയർ ചെയ്തു. പക്ഷെ അത് എത്തിപ്പെടാനുള്ള വഴികൾ അവിടെ ഇല്ലെന്നുള്ളതാണ് സത്യം. ഇപ്പോ NH-1 ആ NH-1 ചേർന്ന ഭാഗത്ത് NH-1 കബ്ജ പിന്നെ കൈയടക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ കാർഗിൽ കയറിയിരിക്കുന്നത്. കാര്യം അതുവഴി നമ്മള് ജോജില പാസ് വഴി നമ്മള് ലഡാക്കിൽ പോകാതിരിക്കാനും സിയാച്ചിനിൽ പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ കുതന്ത്രം പ്രയോഗിക്കുന്നത്, ജോഗ്രഫിക്കലായിട്ടുള്ളത്. പക്ഷെ ഈ ഗണ്ണുകള് എല്ലാം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ആർമിയെ അന്ന് സഹായിച്ചതും ഇന്നും ഇന്ത്യൻ ആർമിയിലെ ഓരോ ജവാനും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും ബോഫോഴ്സ് തന്നെയാണ്. ബോഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മള് വളരെയധികം വളരെ ദയനീയമായ രീതിയിൽ പിന്നെ ഒരുപാട് പിൻവാങ്ങേണ്ടി വന്നേനെ എന്ന്. പക്ഷേ എയർഫോഴ്സ് അങ്ങനെ ഇപ്പൊ ഞാൻ ഗ്രൗണ്ട് യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ എയർഫോഴ്സ് അതിനെ അനുവദിക്കത്തില്ല. എയർഫോഴ്സ് അവരുടെ എല്ലാവിധ ശക്തി ഉപയോഗിച്ച് അവരവരുടേതായ ജോലിയും ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ ബോഫോഴ്സിനെ നമ്മൾ പോഴ്ത്തുന്നതോടൊപ്പം നമുക്ക് മറ്റ് ഗണ്ണുകളും ഉണ്ട്. പക്ഷെ ഇത് ഏറ്റവും അധികം ഡിസ്റ്റൻസിൽ മലമടക്കുകൾ ഒക്കെ താണ്ടി ആ ഡിഗ്രി ഡിസ്റ്റൻസ് അനുസരിച്ച് അത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ബോഫോഴ്സ് നമ്മളെ സഹായിച്ചു. പക്ഷെ ഈ ബോഫോഴ്സ് ഗണ്ണ് ചെല്ലേണ്ട രീതിയിൽ ചെന്നെത്താൻ വഴികള് ഇപ്പം ഇൻഫിൽട്രേഷൻ ചെയ്യുന്നിടത്ത് നമുക്ക് ചെന്നെത്താൻ പറ്റും. അത് മലമടക്കുകളാണ്. പക്ഷെ അതിന്റെ ഓരമെങ്കിലും ചെന്നെത്താനുള്ള വഴികള് പണ്ട് കാലം മുതലേ പ്രീ പ്ലാൻ അല്ല. നമ്മുടെ ഈ ഗണ്ണ് ഇത് അതായത് ഇപ്പൊ ഞാൻ ഈ പറയാനുള്ള കാരണം പ്രധാനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അരുണാചലിലുണ്ടായിരുന്നു. അരുണാചലില് ഞാൻ തവാങ്, വൈ ജംഗ്ഷൻ, സംഗേശ്വർ ഇങ്ങനെയുള്ള അവിടെ ഓക്സിജൻ വളരെ കുറവാണ്. ആ ഭാഗത്തുണ്ടായിരുന്നു 4 വർഷം, ചൈനയോട് ചേർന്ന് ടിബറ്റിനോട് ചേർന്ന ഭാഗത്ത്. അപ്പൊ അവിടെയൊക്കെ കണ്ട വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. ബോഫോഴ്സ് ഗണ്ണ് പാൻ വളരെ ദുർഘടമായിട്ട് ഡ്രൈവർ കഷ്ടപ്പെടുന്നത്. അത്ര ഭയാനകമായ ഏറ്റമാണ്, കുത്തനെയുള്ള. അവിടെ പാതിക്ക് കൊണ്ട് നിർത്തിയിട്ട് ഈ ബോഫോഴ്സ് ഗണ്ണുമായിട്ട് ഡ്രൈവർ കാര്യം ഇത് തിരിഞ്ഞു വരാൻ ഉള്ള വളവിന് വീതിയില്ല. മലമടക്കുകൾ അടിച്ചത് ഉടഞ്ഞു പോകും ഗണ്ണിന്റെ എൻഡ്. നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ് ഒരു ഗണ്ണ് സഹിതം താപ്പോട്ട് പോയി വീഴുന്നത് ഈ അരുണാചലിലൊക്കെ. അത്രയും കുത്തനെ ഏറ്റമാണ്. അപ്പൊ അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയങ്ങളിൽ ഈ നമ്മുടെ ഭാരതം വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇപ്പം ഞാൻ അപ്പൊ 2004 ഉണ്ടായിരുന്നത്. ഈ OP വിജയ് കഴിഞ്ഞ് OP പരാക്രം പിന്നെ സ്റ്റാർട്ടായി. ഈ 1999 കഴിഞ്ഞ് 1999 കഴിഞ്ഞ് 2001 മുതൽ വീണ്ടും ഡ്രാമ തുടങ്ങിയാണ്. OP പരാക്രം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പാർലമെന്റ് ആക്രമണം തുടങ്ങിക്കഴിഞ്ഞ് 2002 വരെ ഒക്ടോബർ വരെ വീണ്ടും ഇതേ ഗതിയിലോട്ട് പോവുകയാണ് പട്ടാളക്കാർ. വീണ്ടും കുഴി കുഴിച്ച് ഈ യുദ്ധവും ഈ പൊസിഷൻ എടുപ്പുമായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ പാകിസ്ഥാൻ പർവേസ് മുഷറഫ് അട്ടിമറിയിലൂടെ അവിടുത്തെ ഭരണം കൈയാളുന്നു. അപ്പോൾ ഈ ബോഫോഴ്സ് ഗണ്ണ് അന്നും ഇന്നും നമുക്ക് പട്ടാളക്കാർക്ക് ഒരു വളരെയധികം പിൻബലം നൽകി. ഇന്ത്യൻ ആർമിക്ക് എപ്പോഴും പിൻബലം നൽകുന്ന നമ്മള് എനിക്കൊന്ന് ജീവൻ ബലി നൽകിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം അല്ലെ. ഷെർഷാ അല്ലെ, വിക്രം, അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ സാറിന് എന്തെങ്കിലും ഓർമ്മകൾ? നമ്മള് മുന്നണി പോരാളികളായിട്ട് നിന്ന് ജീവൻ ബലി നൽകിയ വിക്രം ഭട്ടറായ് ഉൾപ്പെടെ ഷെർഷാ എന്നൊക്കെ ഉള്ള പേരിൽ നാമത്തിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നല്ലോ. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ സാർ? മുന്നണി പോരാളികളെ പറ്റി ഇപ്പൊ കാർഗിലിനെ പറ്റി പറയുമ്പോൾ ഞാൻ
ലേ ലഡാക്കിലെ ബേസ് ക്യാമ്പിലും ഒക്കെ ചെന്നപ്പോൾ അവരുടെ ഫോട്ടോകളും അവരുടെ സ്മാരകങ്ങളും ഒക്കെ നിരവധി കണ്ടു. വളരെ ചെറുപ്പത്തില് ഇപ്പോ ഞാനിപ്പം വിക്രം ബത്ര എന്ന ഒരു ജവാനെ ഞാൻ പുകഴ്ത്തുന്നു. അതേപോലെ ഒത്തിരി പേര് പക്ഷേ അതുപോലെ അറിയപ്പെടാത്ത ആയിരക്കണക്കിന് ജവാനുണ്ട്. ഒന്നോ രണ്ടോ ഒന്നുമല്ല. ചിലർ അറിയപ്പെടുന്നു, ചിലർ അറിയപ്പെടുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ആരുടെ പറഞ്ഞ ശേഷം വിക്രം ബത്ര അവരൊക്കെ ഇപ്പോ ഒരു മുന്നണി പോരാളിയായിട്ട് മുന്നോട്ട് പിന്നെ ചെന്ന് യുദ്ധം നയിക്കുന്ന സമയത്ത് അവർ പതറാതെ പിന്നെ ആത്മവീര്യത്തോടുകൂടി യുദ്ധം ചെയ്യുകയാണ്. അത് ഓരോ ഇന്ത്യൻ പട്ടാളക്കാരനും യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവൻ മുന്നോട്ടും പുറകോട്ടും നോക്കത്തില്ല. അത് പ്രത്യേക ഒരു വീര്യമാണ്. ആ വീടിനെ പറ്റി ഒന്നും യാതൊരു ഓർമ്മയില്ല. നമുക്ക് നിശാൻ എന്നാണ് ഞങ്ങളുടെ ആർമിയിലെ ഒട്ടുമിക്ക പട്ടാളക്കാരുടെയും മോട്ടോ, മുദ്രാവാക്യം. നമുക്ക് നിശാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നാണ് ജയ്ഹൻ. അപ്പോൾ നമുക്ക് നിശാൻ, നമ്മുടെ ആ ഒരു വ്യക്തിമുദ്ര, ഞാനെന്ന വ്യക്തി, എന്റെ യൂണിറ്റ്, എന്റെ റെജിമെന്റ്, എന്റെ രാജ്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന് ജീവിതം. അല്ല നമ്മുടെ ഈ നാട്ടിലെ പോലെ രാഷ്ട്രീയക്കാരെ പോലെ അല്ല. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പോലെ ഉദരനിമിത്തം ബഹുവിധ വേഷം, അതല്ല. അവൻ ദേശസ്നേഹിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള പറ്റ പലരും എന്തുണ്ട്, അവൻ സർവീസ് ചെയ്യുന്നു, അവന് ശമ്പളമില്ലേ, അവന് എന്തിനാ ജോലി കൊടുക്കുന്നേ, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവരൊന്നും മനസ്സിലാക്കണം, നമ്മൾ ബൂട്ട് കെട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. യുദ്ധം പോകത്ത് ബൂട്ട് അഴിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ മഴവെള്ളം കയറിയ ബൂട്ടായിരിക്കും, ചിലപ്പോൾ നദിയിൽ കൂടെ നടന്നു പോയിട്ട് ആ ബൂട്ടിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും. അതിനകത്ത് ചിലപ്പോൾ ഉറുമ്പും പുഴുവും ഒക്കെ കയറിയിട്ടുണ്ടായിരിക്കും. അതിന്റെ കടിയൊക്കെ കൊണ്ടുകൊണ്ട് അത് സഹിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ആ ബൂട്ടുമായിട്ട്. അപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് നോക്കണം, വെറും നിലത്ത്. അപ്പോ ഇപ്പോ സാറ് ഇപ്പോ എന്നോട് ആ കാർഗിലിലെ പോരാളികളുടെ പേര് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ദാരുണമായ രീതിയിൽ ദുഃഖകരമായിട്ട് ഞാൻ എൻ്റെ നേർക്കാഴ്ചയിൽ കണ്ട അരുണാചലിലെ 1-2 കാര്യങ്ങളാണ്. കേട്ടു കാണും. ജസ്വന്ത് സിംഗ് ബാബ 72 മണിക്കൂർ ചൈനീസ് ആർമിയെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തിയ ജസ്വന്ത് സിംഗ് ബാബ. വെറും 21 വയസ്സുള്ള പയ്യൻ, രാജസ്ഥാൻകാരനാണ്. അദ്ദേഹം ഈ ജസ്വന്ത് ഗഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് തവാങ്ങിന് താഴെ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ പറയാനാണെങ്കിൽ ഇപ്പം ഒരു 2 ദിവസം എടുക്കും. അത് കഴിഞ്ഞ് ജോഗീന്ദർ സിംഗ് ബാബ, സുബേദാർ ജോഗീന്ദർ സിംഗ്, അത് വൈ ജംഗ്ഷനും മേലെ. അവരെയൊക്കെ കാലെ കയറ് കെട്ടി ജീവനോടെയാണ് കുതിരപ്പുറത്ത് വലിച്ചിഴച്ചുകൊണ്ട് ചൈനയിലേക്ക് പോയത്. അവര് 1962-65 തോന്നുന്നു ഈ ചൈനീസ് ആർമി അവരുടെ ചൈനയുമായിട്ടുള്ള യുദ്ധ സമയത്ത്. അങ്ങനെ ഒരുപാട് നിരവധി ജവാന്മാര് ജീവൻ ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ ഉണ്ട്. ലേ ലഡാക്കില് സിയാച്ചിനില്. അപ്പൊ അവിടെ ഈ റോപ്പ് വേ നോക്കുന്ന സമയത്ത് മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ അത് പൊട്ടി ദേഹത്ത് ചുറ്റി അദ്ദേഹത്തെ കഷണങ്ങളാക്കുകയാണ്. അറിയപ്പെടാത്ത അങ്ങനെ നിരവധി ജവാന്മാരുണ്ട്. അറിയപ്പെടുന്നവരുണ്ട്, പരമവീര ചക്രം മേടിച്ചവരും വീരചക്രം മേടിച്ചവരും ഒക്കെ ഒരുപാട്. പക്ഷെ അറിയപ്പെടാത്ത ഒരുപാട് ജവാന്മാര്, ഈ ദേശത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചവര്, ജീവൻ ആഹുതി ചെയ്തവര് ഒരുപാടുണ്ട്. അവര് ആരും അറിയാത്ത ഒരു തേങ്ങലായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തില് നമുക്ക് വെളിച്ചമായി കൊണ്ട് അവര് പുറകിൽ നിൽക്കുകയാണെന്നുള്ളത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യനും മനസ്സിലാക്കണം. ഞാൻ ഈ സൈനികരെ കുറിച്ച് പറയുമ്പോൾ ഈ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരും സൈനികരാണ്. അവരെ കുറിച്ചൊരു വല്ലാത്തൊരു കൺസേൺ ഒക്കെ തോന്നാറുണ്ടോ മനസ്സിൽ? ഇപ്പൊ ശത്രു ആണെന്നെങ്കിൽ കൂടി ഒരു മാനുഷിക പരിഗണനയൊക്കെ വരാറുണ്ടോ? എങ്ങനെയായിരുന്നു അതിന്റെ ആ സമീപനം? ഒരു ശത്രുവിനെ കാണുമ്പോഴുള്ള ഒരു ഒരു സൈനികന്റെ വികാരം എന്താണ്? ശത്രുവിനെ കാണുമ്പോൾ ഇപ്പോ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ശത്രുവിന്റെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നിർവഹണത്തിന് വേണ്ടി അവനെ നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശത്രു ആണെങ്കിലും ഇപ്പൊ ശത്രു പലതരത്തിലുണ്ട്.
ഇപ്പം നമ്മുടെ മഹാഭാരതത്തിലെ നമ്മുടെ ഭീഷ്മരും ശത്രുവാണ്. ആരുടെ? ധർമ്മപുത്രരുടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ അതേ ശത്രുവാണ്, പാണ്ഡവരുടെ ശത്രുവാണ്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാത്മാവ് ശത്രുവാണ് അല്ലേ? പക്ഷേ അശ്വത്ഥാത്മാവ് എങ്ങനെയുള്ള ശത്രുവാണ്? ഭീഷ്മർ എങ്ങനെയുള്ള ശത്രുവാണ്? അതാണ് വ്യത്യാസം. അതേപോലെ ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ LOCയുടെ അപ്പുറത്തേക്കുന്ന പട്ടാളക്കാരന് പാകിസ്ഥാനി, എനിക്കറിയാം അവൻ അവന്റെ ഡ്യൂട്ടി നോക്കിയാണ്. നമ്മളെ പോലെ ഒരു സൈനികനാണ്, കുടുംബമുള്ള സൈനികനാണ്. അതേപോലെ ഈ ഇൻഫിൽട്രേഷൻ ചെയ്യുന്ന ബാറ്റ് ആക്ഷൻ ടീമിന് അവനും അവന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന സൈനികനേക്കാൾ കൂടുതൽ നമുക്ക് ശത്രു ആരാണ്? ഇൻഫിൽട്രേഷൻ ചെയ്ത് കയറി വരുന്നവനാണ്. അവൻ വരുന്ന ഇവിടെ മൈൻ ഫീൽഡ് വഴിയാ. ശരീരവും ദേഹവും നോക്കുന്നില്ല, സ്വയം മറന്ന് ബ്രൗൺ ഷുഗറും ചരസും കഞ്ചാവും ഒക്കെ ആവശ്യം പോലെ തിന്ന് യാതൊരു ബോധവും ഇല്ലാതെ വരുന്നത്. യാതൊരു ബോധവും. ഞാൻ എന്റെ നേർക്കാഴ്ചക്കേണ്ട ഒരു അപ്പൂപ്പൻ വരുന്നത്, ഞങ്ങൾ ഇവിടെ നിന്ന് അലറി വിളിക്കുകയാണ്, മൈൻ ഫീൽഡാണ്. പക്ഷേ പാകിസ്ഥാനി അങ്ങനെ പറയത്തില്ല. നമ്മുടെ ഇന്ത്യക്കാരൻ, നമ്മൾ ഭാരതീയനായതുകൊണ്ട് നമ്മുടെ ധർമ്മം അവനെ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ അനുവദിക്കുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് അലറി വിളിക്കുകയാണ് മൈൻ ഫീൽഡാണെന്ന്. ദേക്കോയർ മൈൻ ഫീൽഡ് മേ ആരയാ എന്ന് പറഞ്ഞിട്ടും ഒരു ഇല്ലാതെ 10-70 വയസ്സുള്ള മനുഷ്യൻ നരച്ച കുറ്റത്താടിയായിട്ട് പുറത്ത് നിറച്ച് ഏതോ ഒരു ബാഗും വെച്ചോണ്ട് വരികയാണ്. എന്താണത്? ഇത് മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വരുവാണോ? പിന്നെ അവനെ പിടിക്കുന്നു നമ്മൾ, അത് വേറൊരു കാര്യം. പക്ഷേ അപ്പം ശത്രുക്കൾ പല രീതിയിലാണ്. ഇതേപോലെ ഇപ്പം 10-30-100 ജവാന്മാർ പോകുന്ന ബസ്സിനടിയിൽ മൈൻസ് വെച്ച് അത് പൊട്ടിത്തെറിപ്പിച്ച അത്രയും ജീവൻ എടുക്കുന്ന അവനും ശത്രുവല്ലേ? അപ്പൊ അവനെ നമ്മൾ എങ്ങനെ പരിഗണിക്കും? അവനെ നമ്മൾ പച്ചജീവനത്തെ കൊല്ലും. അവനെ കിട്ടിയാൽ നമ്മള് പച്ചജീവനത്തെ, പുരാണങ്ങളിൽ ഭദ്രകാളിയുടെ രൂപം കണ്ടിട്ടില്ലേ? അതേപോലെ ഒക്കുവാണെങ്കിൽ അവന്റെ രക്തം കൂടെ കുടിക്കാൻ നോക്കും. കാര്യം നീ ഇപ്പൊ ഒരാളെ എന്നെ വേണേ നീ കൊന്നു, പക്ഷേ ഫാമിലി സഹിതം പോകുന്നവരെയാണ് കൊല്ലുന്നത്. കുഞ്ഞു കുട്ടി ആവാല വൃദ്ധജനങ്ങളെയാണ് കൊല്ലുന്നത്. 1-2 അല്ല. ഒരു ബസ്സിൽ 10-38-40 കാൺവേയില് ഫാമിലി സഹിതം പോകുമ്പോഴാണ് ഇവരിങ്ങനെ അധർമ്മമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് ആകാശത്തിൽ പോയി പൊട്ടിത്തെറിക്കുകയാണ്, താപ്പൊട്ടി വീഴുകയാണ്. അപ്പൊ അത്തരം ശത്രുക്കളാണ്. ഈ അപ്പുറത്തെ അതിർത്തിയിൽ അവന്റെ പോസ്റ്റിലെ ചോക്കിദാറായിട്ട് അവന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നവനും ശത്രുവാണ്. 2 ശത്രുവാണ്. പക്ഷെ ശത്രുക്കൾ തമ്മിലുള്ള വ്യത്യാസം പല രീതിയിലാണ്. ഈ രാജ്യത്തിനകത്തുമുണ്ട്, രാജ്യത്തിനകത്തുമുണ്ട് ശത്രുക്കൾ. ഈ ഒറ്റക്കൊടുക്കുന്നവരുണ്ട്, ഈ സോഴ്സ് ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഇവിടെ ചലനങ്ങൾ നടക്കുന്നത് അതും ശത്രുവാണ്. അപ്പോൾ നമുക്ക് സാറിന്റെ എനിക്ക് തോന്നുന്നു ഈ എവിടെ സാറ് ഈ പഠിച്ചതും? ഞാൻ പഠിച്ചത് എന്റെ സ്വന്തം സ്ഥലം മണ്ണടിയാണ്. മണ്ണടിയില് ഞങ്ങളുടെ അടുത്ത പാമ്പാടിക്കുഴി സ്കൂൾ, LP സ്കൂൾ എന്ന സ്കൂളുണ്ട്, അവിടാണ് പഠിച്ചത് 1 മുതൽ 4 വരെ. അത് കഴിഞ്ഞ് ചൂരക്കോട് NSS ഹൈസ്കൂൾ, പിന്നെ NSS സ്കൂൾ, പിന്നെ UP സ്കൂളിൽ. അത് കഴിഞ്ഞ് മണ്ണടി ഹൈസ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് സ്കൗട്ടിൽ നല്ല ബെസ്റ്റ് ആക്ടറായിരുന്നു ഞാൻ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇതായിരുന്നു. അത് കഴിഞ്ഞ് DB കോളേജ് ശാസ്താംകോട്ട, അവിടെ NCCയിലെ ബെസ്റ്റ് ഒരു കേഡറ്റ് ആയിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ആ സമയത്താണ് പഠിച്ചുകൊണ്ടിരുന്ന പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ 1989 ജനുവരിയില് മാർച്ച് സമയത്ത് ആർമിയിൽ കൂട്ടായിട്ട് പോകും. ഈ ആർമിയിലോട്ട് പോകാൻ അതൊരു പ്രചോദനം എന്തുവായിരുന്നു? ആർമിയിലോട്ട് പോകാനുള്ള പ്രചോദനം NCC ആണ്. പിന്നെ മാതൃദേശത്തോടുള്ള സ്നേഹം. ആദ്യമേ സ്കൗട്ടായിരുന്നു. അപ്പൊ സ്കൗട്ടിലെ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും അത് കഴിഞ്ഞ് NCCയിൽ നമ്മൾ പഠിച്ചതും, പിന്നെ നമ്മളൊരു പൊതുവെ ഒരു ദേശസ്നേഹിയായ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ സംസ്കാരം, അതായത് ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. അതായത് ഇപ്പൊ മുമ്പേ പറഞ്ഞില്ലേ ശത്രു എന്നുള്ള തോന്നലുണ്ടോന്ന്, അങ്ങനെ ശത്രുവും മിത്രവും ഒന്നും നമുക്ക് പ്രത്യേകിച്ചില്ല. പ്രധാനം നമുക്ക് നമ്മുടെ രാജ്യമാണ്. അപ്പൊ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല? കുടുംബം, എന്റെ വൈഫ് HM ആണ് കടമ്പനാട്ട് ഹൈസ്കൂളിലെ ടീച്ചർ. മോനെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു. രണ്ടാമത്തെ മോന് CT ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നു.
അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഈ സൈന്യത്തിലോട്ട് ചേരാനായിട്ട് എന്താണ് സാറിന്റെ ഒരു ഉപദേശം? പുതിയ തലമുറയ്ക്കും പുതിയ സൈന്യത്തിനും വിദ്യാർത്ഥികൾക്കും കൂടെ ചേർന്നുള്ള ഉപദേശം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ആയിട്ട് ഫോർവേഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അഴുക്കുചാലുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിന്റെ കവറുകൾ നിറഞ്ഞിട്ടുള്ള അഴുക്കുചാലുകൾ കൂടുന്നു. ജോയിമാർ ഇങ്ങനെ അഴുക്കുചാലുകളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഒരു ജോയിയല്ലേ അഴുക്കുചാലിൽ അടിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ നമ്മുടെ ആത്മാർത്ഥത ഇല്ലാത്ത, സത്യസന്ധത ഇല്ലാത്ത ഒരു സമൂഹം വളർന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ സമൂഹത്തില് വ്യക്തിബന്ധവും സ്നേഹബന്ധവും സാഹോദര്യ ബന്ധവും എല്ലാം വളരെ ഇടുങ്ങിയ മനസ്ഥിതിയിലോട്ട് പോയി ഏതാണ്ടൊരു നാശത്തിന്റെ വക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒത്തുചേർന്ന് ഇപ്പം ഞാൻ എന്റെ എന്നുള്ള ആ ഒരു സ്വാർത്ഥത കാരണമാണ് ഇതിനെല്ലാം പുറകില്. ഇതിനൊക്കെ ഒരു സൈനിക എന്താ പറയാ ഒരു സേവനം മാറ്റം കൊണ്ടുവരും. ഇപ്പൊ ജനതയിൽ കമ്പൽസറി സൈനിക സേവനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? കമ്പൽസറി സൈനിക സേവനത്തിന് സൈന്യത്തിനകത്ത് കമ്പൽസറിയാണ് മന്ത്രി പരേഡ്. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം, ഇങ്ങോട്ട് മാറിയിരുന്ന് നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കാം, ഇങ്ങോട്ട് മാറിയിരുന്ന് പ്രാർത്ഥന ബൈബിൾ പഠിക്കുന്നവർക്ക് പഠിക്കാം. അത് കമ്പൽസറിയാണ്. വീക്കിലി വൺ ഡേ ഒരു ദിവസം എല്ലാവരും മന്ത്രി പരേഡായിട്ട് വെച്ചേക്കാണ്. അതുപോലെ ആ പരേഡില് മാക്സിമം ആൾക്കാർ എത്തും. ഞാൻ ചോദിച്ച ഈ ഡിസിപ്ലിനിങ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ സൈനിക സേവനം ഏറെ സഹായിക്കത്തില്ലേ? ഒരുപാട് അതായത് ഒരു റൊട്ടൈൻ ലൈഫ് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഈ സിവിലിയനുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടേതായ റൊട്ടൈനും പോകുന്നു, നമ്മുടെ ചിന്താശേഷി നശിക്കുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ പെൻഷനായിട്ട് വരുമ്പോൾ നമ്മുടെ സ്വസ്ഥത നശിച്ചു പോവുകയാണ്. നമ്മൾ ഫ്രീ ആയി സ്വതന്ത്രനായെങ്കിലും നമ്മൾ ഈ സിവിലിയനുമായിട്ട് ഒത്തുചേർന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വീറെ വൃത്തി ഈ ചിട്ട അച്ചടക്കം ഒന്നുമില്ല. തോന്നുന്നു വഴിക്ക്. പക്ഷേ നമ്മുടെ പട്ടാളത്തിൽ അങ്ങനല്ല. ഒരു ടവലായാലും മടക്കി വെക്കുന്നതിന് രീതിയുണ്ട്. അതിരാവിലെ നമ്മൾ എണീറ്റു. എന്നെ സംബന്ധിച്ച് പറയുന്നത്, ഞാൻ മറ്റു പട്ടാളക്കാർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി നാമവും ജപിച്ച് യോഗയും ചെയ്തിട്ട് പിന്നെ വീണ്ടും പീറ്റിക്ക് പോകുമായിരുന്നു. മറ്റുള്ളവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ. അങ്ങനെയായിരുന്നു എൻ്റെ റൊട്ടേഷൻ. പക്ഷെ അത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ പറഞ്ഞാൽ നമ്മളെ അവര് പട്ടാളച്ചിട്ട അല്ലെങ്കിൽ കിറുക്കൻ ഇങ്ങനെ പറയത്തുള്ളൂ. അതാണ് നമ്മുടെ നാട്. കാര്യം അവർക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. കാര്യം അവര് സങ്കുചിതമായി ചിന്തിക്കുന്നവരാണ്, ചെറിയ മനസ്സിന്റെ ഉടമകളാണ്. നമ്മളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് റിട്ടയർഡ് ക്യാപ്റ്റൻ CS നായരാണ്. സാറിന്റെ ഒരു ജീവിതം, സൈനിക ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. വളരെ ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കഥകൾ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാണും, അനുഭവങ്ങളും എത്ര നേരം വേണമെങ്കിലും നമുക്ക് വാചാലമാവാം. എന്തായാലും അത് വളരെ നമ്മളെ ഏറെ പ്രചോദനം നൽകുന്നതും നമ്മളെ ആസ്മരണകളിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നതും ഒക്കെ ആയിരുന്നു. ഒരു സൈനികൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെയൊക്കെ നമ്മൾ കുറച്ചു നേരമെങ്കിലും നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂവിന്റെ മഹത്വം എന്ന് പറയുന്നത്. എന്തായാലും സാർ, നന്ദി, നമസ്കാരം.